നമ്മളെപ്പോഴും കഴിക്കുന്ന ബീഫ് കറിയും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൻ്റേതായ രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബീഫ് ചില്ലിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ബീഫിൽ പുരട്ടി വെക്കാനുള്ള മാരിനേഡ് പ്രിപ്പയർ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 6 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകോ അല്ലെങ്കിൽ ഏത് മുളകായാലും മതി. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു റെഡ് ചില്ലിയാണ്. അര സവോള ഒന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് വലിപ്പമുള്ളൊരു ഇഞ്ചി കഷ്ണം അതൊന്ന് നുറുക്കി ഇതിലേക്ക് ഇടാം. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ റെഡ് വിനീഗറാണ് ആഡ് ചെയ്യുന്നത്. വിനീഗർ ആഡ് ചെയ്താൽ ബീഫ് സോഫ്റ്റായി കിട്ടും നമുക്ക്. 2 ടീസ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2.5 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 200 ഗ്രാം ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തിൻ സ്ലൈസസ് ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. കനം ഇല്ലാതെ അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് നമുക്ക് നമ്മളുടെ മാരിനേഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ തിൻ സ്ലൈസ് ആയിട്ട് അരിഞ്ഞേക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മളത് കുക്കറിൽ ഇട്ട് വേവിക്കുന്നില്ല, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അകമൊക്കെ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അര സവോളയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കൂടി അരിഞ്ഞെടുക്കാം. നമ്മൾ തിന്നായിട്ടല്ല സ്ലൈസ് ചെയ്യുന്നത്, ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. നമ്മൾ മൊത്തം ബീഫ് ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 3 മിനിറ്റും കൂടി ഇത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളിതുപോലെ സ്റ്റിർ ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടി കനമുള്ള പാത്രം എടുക്കാൻ നോക്കണം. നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ അടി പിടിക്കുകയോ കരിഞ്ഞു പോകത്തോ ഇല്ല. അതുകൊണ്ട് അടി കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ബീഫൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മളുടെ സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ കറികളിലെ പോലെയല്ല നമ്മൾ ഈ റെസിപ്പിയിൽ സവോള ഒത്തിരി വഴറ്റി എടുക്കുന്നില്ല. ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും. ക്യാപ്സിക്കവും അതുപോലെ തന്നെ ചെറുതായി ഒന്ന് വെന്താൽ മതി. ഉടഞ്ഞു പോയാൽ ആ ക്രിസ്പിനെസ് നമുക്ക് കിട്ടില്ല. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മളുടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മിനിറ്റും കൂടി മതി നമ്മുടെ ഡിഷ് റെഡി ആവാനായിട്ട്. ക്യാപ്സിക്കത്തിൻ്റെയും കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ സ്പൈസി ആയിട്ട് ഡിഷ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് വേണമെങ്കിൽ 2 സ്പൂൺ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 സ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ചുകൂടി ഡാർക്ക് കളർ വരണമെങ്കിൽ 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോസ് ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 1 മിനിറ്റോ 2 മിനിറ്റും കൂടി വഴറ്റിയാൽ മതിയാവും. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനും നല്ലൊരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.